ഇന്ന് നമ്മളിൽ ദൈവനിഷേധികളും വേദങ്ങളെ നിഷേധിക്കുന്നവരുമായി ധാരാളം പേരുണ്ട്. അതിൻ്റെ ശരിയായ കാരണം വേദങ്ങളെ നാം ശരിയായി അവലോകനം ചെയ്യാത്തത് കൊണ്ടാണ്. വേദങ്ങളുടെ ഉള്ളടക്കം എല്ലാ അർത്ഥത്തിലും ഗുണകാംക്ഷയാണ്. ഒരു പുൽക്കൊടി മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടത്തിലെ സർവ്വതിനോടുമുള്ള ഗുണകാംക്ഷ. മനുഷ്യന് ലഭ്യമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വേദങ്ങൾ. നന്മ തിന്മകളുടെ ഒരാകത്തുകയാണല്ലോ നമ്മുടെ ജീവിതം. ഇതിൽ നന്മയും തിന്മയും എങ്ങനെ നമ്മിൽ ആവിർഭവിക്കുന്നു, അതിൻ്റെ കാരണം എന്ത്, ഇതറിയാതെ ജീവിതം അവസാനിക്കുന്നത് കഷ്ടമാണ്. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇക്കാര്യം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. കൃഷ്ണ, നാം വേണ്ട എന്ന് തീരുമാനിച്ചാലും പാപകർമ്മങ്ങൾ എന്തുകൊണ്ട് നാം ചെയ്യുന്നു? വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. നാം ഓരോരുത്തരും നമ്മുടെ ആത്മകഥ പൂർണ്ണമായി ഒന്ന് എഴുതി തീർത്ത് വായിച്ചു നോക്കണം. അത് ആദ്യം തന്നെ വെറുക്കുന്നത് നാം തന്നെയായിരിക്കും. ഇവിടെയാണ് അർജുനൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുക. ഉത്തമ അധമ ഗുണങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് പ്രകൃത്യാ ജന്മന നമ്മിൽ അന്തർലീനമാണ്. ഇത് ഋഗ്വേദം തുടങ്ങിയ വേദങ്ങളിലും ഗർഭോപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുക്കളിലും വിവരിക്കുന്നുണ്ട്. അതിൽ നന്മയുടെ 26 ആപ്ലിക്കേഷനുകളും തിന്മയുടെ 26 ആപ്ലിക്കേഷനുകളും അല്ലെങ്കിൽ ശക്തികളും നമ്മിൽ പ്രാവർത്തികമാകുന്ന രീതി വിവരിക്കുന്നുണ്ട്. ഇവ തിരിച്ചറിയാതെ ഒരിക്കലും ജീവിതം പൂർണ്ണമാകുകയില്ല. ഈ നന്മ തിന്മകളുടെ ഒരു വിവരണം ഭഗവത്ഗീതയിലെ 16-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രവും ധാർമ്മിക ഗ്രന്ഥങ്ങളും ഇത്ര ഭംഗിയായി നമുക്ക് ഒരല്പം വചനങ്ങളിൽ ഇവ മനസ്സിലാക്കി തരുന്നത് അപൂർവമാണ്. അതിൽ ദൈവിക സമ്പത്ത് എന്ന നന്മയുടെ പര്യായങ്ങൾ ഉള്ള ശ്ലോകം ആദ്യം ശ്രദ്ധിക്കാം. ഗീതയിലെ 16-ാം അധ്യായത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളാണിവ. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീ ഭഗവാനുവാച. അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗവ്യവസ്ഥിതിഃ ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസാ സത്യമക്രോധാ ത്യാഗാ ശാന്തിരപൈശുനം ദയാഭൂതേഷു ലോലുപ്തം മാർദവം ഹ്രീരചാപലം തേജക്ഷമാ ധൃതി ശൗചം അദ്രോഹോ നാദിമാനിതാ ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത. ഇതിൻ്റെ സാരം ഭയമില്ലായ്മ, അന്ധഃകരണശുദ്ധി, ശരിയായ ജ്ഞാനം, ദാനധർമ്മങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, യജ്ഞഭാവനയോടുള്ള കർമ്മങ്ങൾ, അതായത് ഈശ്വര സമർപ്പണ ബുദ്ധ്യാ കർമ്മങ്ങൾ ചെയ്യുക, വേദപഠനം, സാത്വികമായ തപസ്, കുടിലത ഇല്ലായ്മ, ഒരു ജീവിയെയും കാരണം കൂടാതെ ഹിംസിക്കാതിരിക്കുക, സത്യവും ഹിതവുമായ വാക്ക്, ആരോടും ചൊടിക്കായ്ക, അന്ധഃകരണ നിഗ്രഹം, പരഛിദ്രം ചെയ്യായ്ക, പ്രാണികളിൽ ദയ, ദുരയില്ലായ്മ, മൃദുത്വവും ലജ്ജയും, അചാപലം, തേജസ്, ക്ഷമ, ധൈര്യം, ബാഹ്യ ആഭ്യന്തര ശുദ്ധി, പരപീഡ ചെയ്യായ്ക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നടിക്കാതിരിക്കുക. ഇവയെല്ലാം ദൈവിക സമ്പത്തിൻ്റെ ആഭിജാത്യ ഗുണങ്ങളാണ്. ഇതുപോലെ തന്നെ തിന്മയെയും വിവരിക്കുന്നുണ്ട്. ഈ നന്മയും തിന്മയും ഭഗവാന്റെ മായയിൽ അധിഷ്ഠിതമായാണ് ജീവലോകത്ത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഭഗവൻ മായയെ കടക്കാൻ ഭഗവത് ഗ്രന്ഥങ്ങളിലൂടെ നാം ഏവർക്കും ഈശ്വരാനുഗ്രഹത്താൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.